ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ, ഒരാഴ്ചയിലും അധികമായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കുറേ ആൾക്കാരെന്നെ വിളിച്ച് ചോദിച്ചു എന്താ വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് എൻ്റെ ചെറിയ ഉമ്മാൻ്റെ ചെറിയ ആങ്ങള പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ മരിച്ചതിന് മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ മരിച്ചതിൻ്റെ തലേന്നത്തെ വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് കേറ്ററിങ് ഉണ്ടായിനി, മരിച്ചത് അന്നും എനിക്ക് കേറ്ററിങ് ഉണ്ടായിനി. അപ്പോൾ ഇത് വൈകുന്നേരം 8 മണിയാകുമ്പോൾ 5 കിലോ ബിരിയാണി കൊടുക്കാനുണ്ടായിനി. അപ്പം ആ കേറ്ററിങ്ങിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ അമ്മോന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് ഗൾഫിലായിരുന്നു, അവനും ഫാമിലിയൊക്കെ ഗൾഫിലേനി. അപ്പോൾ അവന് പെട്ടെന്ന് സുഖമില്ലാതെ കഴിഞ്ഞ റമദാനിലാണ് ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അവന് പുണ്ണിന് മരുന്നുടിച്ചാൻ ഇറങ്ങാണ്ട് നാട്ടിലേക്ക് വന്നതാണ്. അത് പിന്നെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ലാസ്റ്റ് വേറെ അസുഖമായി മാറി. അങ്ങനെ ഇപ്പോൾ 1 വർഷമായിട്ട് നാട്ടിൽ ചികിത്സയിലും കാര്യങ്ങളും ആയി. അപ്പോൾ അവന് പെട്ടെന്ന് ഞങ്ങളൊക്കെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലും മോനും കൂടി ഒന്ന് ഉൾപ്പെടുത്തേണ്ടിട്ടോ. അപ്പം 46 വയസ്സേ അവനായിട്ടുള്ളൂ. അപ്പം എൻ്റെ അമ്മാൻ്റെ പേര് കീശ്ശേരിയാണ്. പിന്നെയെന്ന് പറഞ്ഞാലും അവൻ്റെ മരണത്തിൻ്റെ ഇതിൽ വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും ഒന്നും ഇതില്ലേനി. അപ്പോൾ അവൻ്റെ 7 കഴിഞ്ഞു, ഇന്നലേനി 7. അതപ്പോൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അന്നത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിടുന്നത്. പിന്നെ ഞാൻ ഈ യൂട്യൂബിലേക്ക് ഇറങ്ങാനുള്ള ഫസ്റ്റത്തെ കാരണക്കാരനും ഓനും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവന് എപ്പോഴും എന്നോട് പറയും, ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്നോട് പറയലുണ്ട്. അപ്പോൾ അങ്ങനെ അവനിഷ്ടമാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ മുടങ്ങാതെ കണ്ടിട്ടും അതേപോലെ പിന്നെ കമൻ്റ് ഇട്ടിട്ടും ഒക്കെ ചെയ്യണ ഒരു വ്യക്തിയും കൂടിയാണ് ഓന്. ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഓന് പിന്നെ ഫോണും കൂടി നോക്കാൻ കഴിയാതെ അങ്ങനെ കുറച്ച് സീരിയസ് ആയിക്കൊണ്ടാണ് പെട്ടെന്ന് മരണപ്പെട്ടത്. അപ്പോൾ അവൻ്റെ കബറിടം പടച്ചവൻ വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പം ഞങ്ങളെല്ലാവരും ഒരു തണലും കൂടിയാണ് ഓന്. അപ്പോൾ പോയതൊരു തീരാ വേദനയും തീരാ നഷ്ടമാണ്. അങ്ങനെ ഇപ്പം നമ്മൾ ഓനും വേണ്ടി പ്രാർത്ഥിക്കുക, അത്ര തന്നെ ഉള്ളൂ നമുക്ക് ഓനും വേണ്ടി ചെയ്യാനുള്ളത്. അപ്പോൾ അതാണ് ഒരുപാട് ആൾക്കാരിനോട് ചോദിച്ചിനി എന്താ വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ അതിനുള്ള റീസൺ ഇതാണ് കേട്ടോ. പിന്നെ ഈ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാളെ രാവിലെ കൊടുക്കാനുള്ള കാറ്ററിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ കിടന്നത് കേട്ടോ. ആ കാറ്ററിങ്ങും കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ മരണപ്പെട്ടതിൻ്റെ വീട്ടിലുള്ള മക്കളും ഹസ്ബൻഡൊക്കെ അറിഞ്ഞിക്കണോലൊന്നും എന്നോട് മുണ്ടിയിട്ടില്ല. കാരണം എനിക്ക് ഫുഡ് കൊടുക്കാനുള്ളതല്ലേ. അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് സാവധാനം പറയാമെന്ന് വിചാരിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലേനി. പിന്നെ ആ കാറ്ററിങ്ങിൻ്റെ ചോറും അതേപോലെ ഞങ്ങളെ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. 3 മണിക്കാണ് ഞാൻ അറിഞ്ഞത്. രാത്രി 10:30 മറവും ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ 3 മണി 3:30 ആയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി. അങ്ങനെ പറഞ്ഞ് പിന്നെ സങ്കടത്തേക്കാണല്ലേ പോണത്. അങ്ങനെ അണ്ടിപ്പരിപ്പും ഉള്ളിയും സവാളയൊക്കെ പൊരിച്ച് കോരിന്ന് ചിക്കന് പൊരിച്ചുങ്ങാണ്ടാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. കുറച്ചധികം ചോറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ ഉടയണ്ട വിചാരിച്ചുകൊണ്ട് പൊരിച്ചുങ്ങാണ്ടാണ് വെക്കണത്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ തീയൊക്കെ കത്തിച്ച് ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വോയിസ് കൊടുക്കണില്ല, കാരണം ബിരിയാണിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തതല്ലേ.
അപ്പം എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ചു വീഡിയോ എന്താ ചെയ്യാത്ത, വീഡിയോ നിർത്തിയോ, അങ്ങനെ പലർക്കും പല സംശയങ്ങളേനി. അപ്പോൾ കാരണം അതേനിട്ടോ. ചോറൊക്കെ ദമ്മിട്ടിട്ടോ. അപ്പോൾ ആ ചൂടത്തുനിന്ന് വന്നപ്പം ചൂടാണെന്നാലും ഒരു ഗ്ലാസ് നല്ലൊരു പാൽ ചായ കുടിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം കേട്ടോ. അങ്ങനെ അപ്പോഴത്തേന് ചായയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ചിട്ട് ഇനി ബാക്കി പണി ക്ലീനിങ് ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ തുടരാ വിചാരിച്ചുകൊണ്ട് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പം ഏത് ചൂടാണെങ്കിലും നമുക്ക് ചായ വൈകുന്നേരം ആകുമ്പോൾ ഒരു ഗ്ലാസ് ചായ കിട്ടണം അല്ലേ. അങ്ങനത്തെ ശീലമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എനിക്കിങ്ങനെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും മുന്നൊരു ഗ്ലാസ് ചായ അങ്ങനെ കുടിച്ചാൽ മധുരം കുറച്ചിട്ടിട്ടോ ചായ കുടിക്കുകയാണെങ്കിൽ ഒരു ഉഷാറാണ് വരും. അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു. നാണിപ്പാക്കി ഉണ്ടായി കേട്ടോ കൂടെ ഹെൽപ്പിന്. അപ്പോൾ രണ്ടാളും കൂടി ചായ ഒക്കെ കുടിച്ചു. ഇനി കുറച്ച് ക്ലീനിങ് ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് രാത്രി ആക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കുക്കറിൽ കറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. അതേപോലെ നാളേക്കൊക്കെയുള്ള ചിക്കൻ 11 മണിയാകുമ്പോഴത്തേനും നമുക്ക് കൊടുക്കണം. അപ്പം മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഒക്കെ തേച്ചുകൊണ്ട് മസാല പുരട്ടിങ്ങാണ്ട് ഫ്രിഡ്ജിക്ക് മാറ്റുകയാണ്. അങ്ങനെ നാളെ രാവിലേക്കൊക്കെയുള്ള കറിയും സെറ്റായിട്ട് ഒറ്റ വിസിലിന് അത് ഓഫ് ചെയ്തു. പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പത്തിരി ഞാൻ പരത്തിങ്ങാണ്ട് അതും ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരിക്കണം. കാരണം നാളെ പത്തിരിക്കും ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്കുള്ള പത്തിരിയും അതും ഉണ്ടാക്കിയെടുത്തിക്കണം. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.